കുറച്ച് അരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സ്വല്പം മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എലിയെ നമുക്ക് തുരത്താനുള്ള നല്ല കിടിലൻ ടിപ്പാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് സർഫസ് ക്ലീനറാണ്. അപ്പോൾ നമ്മൾ ഹാർപ്പിക്കല്ല, സർഫസ് ക്ലീനറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് 2 ടീസ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അരിയായിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ അരിയായിട്ട് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം അരിക്കകത്ത് പിടിച്ചിട്ട് നല്ല രീതിയിൽ അതിനകത്ത് അരി നല്ല കുതിർന്ന് കിട്ടും. അപ്പം നമുക്കിനി അതിനകത്തോട് ചേർക്കേണ്ടത് ഒരു 10 കപ്പലണ്ടി. അതൊരു മണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എലിക്ക് കൊടുക്കാനുള്ള. കാരണം ഇത് നമ്മൾ കൊടുക്കുന്ന സാധനം വേസ്റ്റ് ആക്കാതെ അത് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഒരു 10 കപ്പലണ്ടി നമുക്ക് പൊടിച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ്. ഇപ്പോൾ കപ്പലണ്ടി ഇല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ കുറച്ച് ഭാഗം മാത്രം മതി, അല്ലെങ്കിൽ ശർക്കര മതി. എന്തെങ്കിലും ഒന്ന് അതിനകത്തോട്ട് നമുക്കൊന്ന് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഇത് എലി കഴിക്കുമ്പം തന്നെ വയറെല്ലാം കംപ്ലൈൻ്റ് ആകും. അതിന് ആകെ വെപ്രാളം പിടിച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് തന്നെ പോയിക്കളയും. ഇനി ഇതിനകത്തോട്ട് മെയിനായിട്ട് ചേർക്കേണ്ടുള്ളതാണ് പാറ്റാ ഗുളിക. അതൊരെണ്ണം മാത്രം മതി കേട്ടോ. അതും നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് ഇതേപോലെ ഇടികളിൻ്റെ കല്ലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ചതച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതും പൊടിച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അറിയാമല്ലോ, എലി എന്തായാലും കഴിച്ചിട്ട് പോകുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ പരിസരത്തൊന്നും വെള്ളം വെച്ചേക്കരുത് കേട്ടോ. കാരണം അതിന് പരവേശം വന്നിട്ട് വെള്ളത്തിനായിട്ട് ഓടും. അപ്പോൾ നമ്മൾ വെള്ളം കഴിവതും നമ്മൾ പരിസരത്തൊന്നും വെള്ളം വെക്കരുത്. കാരണം ഇത് കഴിച്ചിട്ട് പോകുമ്പോഴത്തേനും അതിന് പരവേശം അടിച്ചിട്ട് അതങ്ങ് ചാവും കേട്ടോ. ഇതെല്ലാം കൂടെ വയറ്റിൽ ചെല്ലുമ്പോഴത്തേനും സർഫസ് ക്ലീനറും അതേപോലെ തന്നെ പാറ്റാ ഗുളികയും അതിനകത്ത് നല്ലോണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മുറ്റത്ത് വെക്കാനായിട്ട് ഇതേപോലെ ചിരട്ടയ്ക്കകത്തോ അതല്ലെങ്കിലും നമ്മൾ പേപ്പറിനകത്തോട്ടോ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എലിപ്പൊത്ത് എവിടെയൊക്കെയാണോ ആ ഭാഗത്തെല്ലാം ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല്ലിയാണേലും ഇത് മുറ്റത്തുള്ള പല്ലി, പാറ്റ ഇതെല്ലാം കഴിച്ചിട്ട് അത് ചാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. അതിനെയൊന്നും തുറന്ന് വിടരുത്. രാത്രി വെക്കുന്നതായിരിക്കും നല്ലത്. രാവിലെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ വേസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കളയണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, ഇതേപോലെ എല്ലാം തുരന്ന് വാരിയിട്ടിരിക്കുകയാണ് നമ്മുടെ കല്ലെല്ലാം. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഞാൻ ഓരോ ടിപ്പും പരീക്ഷിച്ച് നോക്കാറുണ്ട് കൊടുക്കുമ്പോഴത്തേനും. പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് ആ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ വരുന്ന സ്ഥലത്തെല്ലാം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വാസമാകും എലിയുടെ ശല്യത്തെ. അതേപോലെ തന്നെ നമ്മുടെ കൃഷി സ്ഥലങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പം ഇതേപോലെ രാത്രി വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് വന്ന് കഴിച്ചിട്ട് പോയിക്കോളും.